ഇന്നത്തെ വീഡിയോ ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടത്തിനെ പറ്റിയാണ്. ഇത് കണ്ണൂർ ജില്ലയിലെ ഫേമസ് ആയ ഒരു വെള്ളച്ചാട്ടമാണ്. ശ്രീകണ്ഠാപുരത്തിനടുത്ത് പൈതൽ മലയുടെയും പാലക്കയം തട്ടിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ റീൽസൊക്കെ കണ്ടിട്ടാണ് നമ്മൾ അവിടേക്ക് പോയത്. എനിക്ക് റീൽസ് കണ്ടതിനേക്കാളും മനോഹരമായിട്ടാണ് അവിടെ ചെന്നപ്പോൾ ആ സ്ഥലവും വെള്ളച്ചാട്ടവും ഒക്കെ കണ്ടപ്പോൾ തോന്നിയത്. 7-8 ആൾക്കാരൊക്കെ ഒരുമിച്ച് പോയാലേ നമുക്ക് കുറച്ചുകൂടി എൻജോയ് ചെയ്യാൻ പറ്റും എന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ താഴേക്ക് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ലൈഫ് ജാക്കറ്റൊക്കെ തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നീന്താൻ അറിയാത്തവർക്കും കൂടി ധൈര്യമായിട്ട് വെള്ളത്തിൽ ഇറങ്ങാം. നല്ല മഴ ഇല്ലാത്ത സമയത്ത് പോകുന്നതാണ് നല്ലത്. നല്ലോണം മഴ ഉണ്ടാകുമ്പോൾ ചളിവെള്ളമൊക്കെ കുത്തിയൊലിച്ച് വരുന്നത് കൊണ്ട് ആരെയും അങ്ങോട്ട് കടത്തിവിടാറില്ല. ഇവിടേക്ക് പോകുമ്പോൾ പൈതൽ മലയിലും പാലക്കയം തട്ടിലും കൂടി നമുക്ക് പോകാൻ കഴിയും. കണ്ണൂർ ജില്ലക്കാർക്ക് തന്നെ പലർക്കും ഈ വെള്ളച്ചാട്ടത്തിനെ പറ്റി വലിയ ഐഡിയ ഇല്ല എന്ന് ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസൊക്കെ ഇട്ടപ്പോൾ എനിക്ക് തോന്നി. കുറേ ആൾക്കാർ ഇതേതാ വെള്ളച്ചാട്ടം, ഇതെവിടെയാണ് വരുന്നതെന്നൊക്കെ എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. വെള്ളച്ചാട്ടമൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഉറപ്പായും പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം. കണ്ണൂർ ജില്ലക്കാർ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും അവിടേക്ക് പോകണം. കുന്നിൻ്റെ മുകളിൽ ജീപ്പ് സൗകര്യം ഉണ്ട്. പോകുമ്പോൾ ജീപ്പിലും വരുമ്പോൾ നടന്നും വരുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് മടങ്ങാം. അപ്പോൾ നിങ്ങളെല്ലാവരും പറ്റുകയാണെങ്കിൽ ഈ വെള്ളച്ചാട്ടമൊക്കെ ഒന്ന് കാണുക. പിന്നെ മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ബായ്.